ഹലോ നമസ്കാരം, ഞാൻ ജോമോൻ. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പച്ചൻ്റെ ഇങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പച്ചൻ ഒത്തിരി മെസ്സേജസ് എനിക്ക് വന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴും എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി കോൾസും അല്ലാണ്ട് മെസ്സേജായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഒത്തിരി പേര് എന്താ പറ്റി, അപ്പച്ചൻ എന്താണ് പ്രശ്നം, ഇപ്പം എങ്ങനെ ഉണ്ട്, അപ്പച്ചൻ പെട്ടെന്ന് റെഡിയായി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എല്ലാവരോടും പറയാം എന്ന്. അപ്പോൾ ആക്ച്വലി അപ്പച്ചന് പണ്ട് മുതലേ ഹേർട്ടിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇന്നലെ രാത്രിയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ അല്ല, മെനഞ്ഞാന്ന് രാത്രിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ ആയപ്പം ഭയങ്കര ടയർഡായിട്ട് എഴുന്നേക്കാൻ വയ്യാണ്ട് പെട്ടെന്ന് ഒരു ആവശ്യത വന്ന് കിടക്കായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അവിടെ മാറ്റിയപ്പോൾ അപ്പം തന്നെ അവർ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഐസിയിലോട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ. കാര്യം പൾസ് തീരെയില്ലായിരുന്നു, ബീറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടും വയ്യാണ്ടായി, ശരിക്കും വയ്യായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇഷ്യൂ, മെയിനായിട്ട് അതാണ്. അപ്പം അപ്പച്ചന് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്, പക്ഷെ ഇത്തവണ ഭയങ്കര ടയർഡായിപ്പോയി. ബട്ട് പിന്നെ ഇന്ന് രാവിലെ, ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പം ഓക്കെ ആയി തുടങ്ങി. ഇന്ന് രാവിലെ ചെക്ക് ചെയ്തപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. പക്ഷെ ടയേർഡാണ്, ഇപ്പോഴും സ്റ്റിൽ ടയേർഡാണ്. കുറച്ച് ദിവസം എടുക്കുമായിരിക്കും പഴയതുപോലെ ആയി വരാനായിട്ട്. പക്ഷെ ഹീസ് ഗെറ്റിംഗ് ബെറ്റർ. ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ടയേർഡാണ്, വയ്യ. എന്നാലും നമുക്കൊരു പേടിക്കാനൊന്നുമില്ല, ഓക്കെയാണ്, റെഡിയാവും, വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പച്ചനും ഞാൻ അപ്പച്ചനോട് പറഞ്ഞിരുന്നു ഇടയ്ക്കൊന്ന് കണ്ടപ്പോൾ, അപ്പച്ചൻ വയ്യാണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ പള്ളിയിൽ പോയി മെഴുകുതിരി എത്തിക്കാൻ പോയ ആൾക്കാർ ഉണ്ട് എന്ന് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചന് അത് കേട്ടപ്പോൾ, അപ്പച്ചന് വയ്യെങ്കിലും അപ്പച്ചനോട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷമായി അത് കേട്ടപ്പോൾ. എനിക്ക് ഇത്രയും ആളുകൾ തിരക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, അപ്പച്ചൻ എന്തായി പെട്ടെന്ന് റെഡിയാവും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്ര ആൾക്കാർ നമ്മളെ പറ്റി ഇങ്ങനെ കെയർ ചെയ്യാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ആൻഡ് ഇന്നലെ ഒത്തിരി ടെൻഷൻ ആയിരുന്നു ഇന്നലെ. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്, റെഡിയാവും, ബെറ്ററാവും. എന്തായാലും അന്വേഷിച്ചവർക്കും തിരക്കിയവർക്കും വിളിച്ചവർക്കും ഞാൻ റിപ്ലൈ തരാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ മിസ്സായ, കാര്യം ടൈം തീരെയില്ലായിരുന്നു. ഇപ്പം ഇന്നലെ ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് വന്നേ ഉള്ളൂ. ഇന്നലെ രാവിലെ പോയതായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ നൈറ്റ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോയി. ഇന്നലെ പിന്നെ ഞാനായിരുന്നു അവിടെ കിടന്നത്. ആൻഡ് ഇപ്പോൾ പപ്പ അവിടെ ഉണ്ട്. ഇപ്പോൾ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പോകും. ഓക്കെയാണ്, കുഴപ്പമില്ല. എന്തായാലും അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയാം. ഞാൻ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എന്തായാലും വീണ്ടും അന്വേഷിച്ചവരോടൊക്കെ സ്നേഹം. അപ്പച്ചൻ തിരിച്ചു വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പച്ചനോട് സംസാരിക്കാം, നമുക്ക് എല്ലാവരോടും സംസാരിക്കാം. അപ്പം ഓക്കെ, താങ്ക് യു. അപ്പച്ചനായിട്ട് തിരിച്ചു വരാം നമുക്കടുത്ത്.